തിരുപ്പതിയിൽ ഒരു സ്ത്രീയുടെ കൊലപാതകം അന്വേഷിച്ചു തുടങ്ങിയ പോലീസ് എത്തിച്ചേർന്നത് ഞെട്ടിക്കുന്ന നിരവധി കൊലപാതക കഥകളിലേക്കാണ്. ഒടുക്കം പിടിയിലായതാകട്ടെ വർഷങ്ങളായി പോലീസിന് തലവേദനയായിരുന്ന നാടിനെ വിറപ്പിച്ച ഒരു സീരിയൽ കില്ലർ. രാമചന്ദ്രപുരത്തെ മുനീശ്വരി എന്ന യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചതായിരുന്നു തിരുപ്പതി പോലീസ്. അന്വേഷണം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴായിരുന്നു സമാന രീതിയിലുള്ള മറ്റു ചില കൊലപാതകങ്ങൾ കൂടി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പോലീസിന് വ്യക്തമായി. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളായിരുന്നു കൊലപാതകിയുടെ പ്രധാന ലക്ഷ്യം. കൊല ചെയ്യേണ്ട സ്ത്രീകളെ നേരത്തെ നോക്കിവെച്ച് അവരുടെ വിശ്വാസം നേടിയെടുക്കുന്ന പ്രതി അവസരം കിട്ടുമ്പോൾ അവരെ കൊന്ന് സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളയുന്നതായിരുന്നു പതിവ് രീതി. പോലീസ് കണ്ടെത്തിയ മറ്റു കേസുകളിലും സ്ത്രീകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. അതോടെയാണ് ഈ കൊലപാതകങ്ങൾക്കൊക്കെ പിന്നിൽ ഒരാൾ തന്നെയാണോ എന്ന സംശയം പോലീസിനുണ്ടാകുന്നത്. എന്നാൽ ഏതൊരു കൊലപാതകത്തിലും കൊലപാതകി പോലും അറിയാതെ പിടിക്കപ്പെടാനുള്ള എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കപ്പെടും എന്ന് പറയും പോലെ ഇവിടെ ഈ സീരിയൽ കില്ലറിനെ പോലീസിന് മുൻപിലെത്തിച്ചത് ഒരു ഓട്ടോറിക്ഷയായിരുന്നു. ഓരോ കുറ്റകൃത്യം നടത്താനും അയാൾ ഉപയോഗിച്ചിരുന്നത് ഒരു ഓട്ടോറിക്ഷയാണ്. പിന്നീട് ഈ ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ CCTV ട്രാക്കിങ്ങും ഇൻഫോർമന്റ് നെറ്റ്വർക്കുകളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണവുമെല്ലാം പ്രതിയിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചു. ഇയാളുടെ സഹായിയായിരുന്ന രാജമ്മയെയും പിന്നാലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജമ്മയായിരുന്നു പലയിടത്തും ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതികളിൽ നിന്ന് ഏകദേശം 20 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും పోలీస్ కండెడుతూ కర్ణాటక ప్రాంతానికి సంబంధించిన వ్యక్తి మర్డర్ ఫర్ గెయిన్స్ ఒంటరి మహిళలను లక్ష్యంగా చేసుకొని వారి దగ్గరున్న బంగారంతో పాటు వారిని చంపివేయడంలో ఎక్స్పర్ట్ అయిన ఒక వ్యక్తిని అరెస్ట్ చేయడం జరిగింది. అతని పేరు విశ్వనాథ్ అలియాస్ ప్రశాంత్ అలియాస్ అజీజ్ అని పేరు పెట్టుకోవడం జరిగింది. ముఖ్యంగా ఇటీవల కాలంలో తిరుచానూరులో 2 మర్డర్ ఫర్ గెయిన్స్ ఇద్దరు లేడీస్ని చంపడం, అదేవిధంగా రామచంద్రాపురంలో ఒక పర్సన్ని చంపడం జరిగింది. అదేవిధంగా పిచ్చాటూరులో ఈ 4 కేసెస్ని మనం డిటెక్ట్ చేసి అతన్ని అరెస్ట్ చేయడం జరుగుతుంది. രാജ്യത്തുടനീളം നടന്ന കൊലപാതകങ്ങളും കവർച്ചകളും ഉൾപ്പെടെ 21 കേസുകളിൽ പ്രതിയാണ് വിശ്വനാഥ് എന്ന ആ സീരിയൽ കില്ലർ. പ്രശാന്ത് എന്നും അസീസ് എന്നും അറിയപ്പെട്ടിരുന്ന വിശ്വനാഥ് വർഷങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസിൽ നിന്നും രക്ഷപ്പെടാനായി ഇടയ്ക്കിടെ പേര് മാറ്റി വിവിധയിടങ്ങളിൽ താമസിക്കുക എന്നതായിരുന്നു ഇയാളുടെ പതിവ് രീതി. ഇതായിരുന്നു ഇയാളിലേക്ക് എത്താൻ പോലീസിന് തടസ്സമുണ്ടാക്കിയത്. കർണാടക, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഇയാൾ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്. തിരുപ്പതി ജില്ലയിൽ മാത്രം, പ്രത്യേകിച്ച് തിരുച്ചാനൂർ, രാമചന്ദ്രപുരം, പിച്ചത്തൂർ പ്രദേശങ്ങളിൽ 4 കൊലപാതകങ്ങളിൽ വിശ്വനാഥിന് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2018 കേരളത്തിൽ വെച്ച് നടന്ന ഒരു കൊലപാതക കേസിൽ വിശ്വനാഥ് ശിക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നീട് കസ്റ്റഡിയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയായിരുന്നു. അയാളെ പിടികൂടുന്നതിനായി ആവശ്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് കേരള പോലീസ് 2 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വനാഥ് എന്ന സീരിയൽ കില്ലറുടെ അറസ്റ്റ് തിരുപ്പതി നിവാസികൾക്ക് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് വകുപ്പുകൾക്കും അയാളുടെ അറസ്റ്റ് ആശ്വാസം നൽകുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.